3D ഓർഗൻ പ്രിന്റിംഗ്. ലോകത്ത് ഏകദേശം 6,50,000 രോഗികൾ അവയവദാനം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നുണ്ട്. കിഡ്നി, ഹൃദയം, ശ്വാസകോശം, കരൾ എന്നിവയൊക്കെ ആവശ്യമുള്ളവരുണ്ട്. അതിൽ 20% പേർക്കു മാത്രമാണ് അവയവങ്ങൾ ലഭിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് എന്താണ് പോംവഴി? അതിനുള്ള ഒരു വഴിയാണ് 3D ഓർഗൻ പ്രിന്റിംഗ് അഥവാ ബയോ പ്രിന്റിംഗ്. കഴിഞ്ഞ വർഷം ടെക്സസിലെ ഡോക്ടർ ആർഡർ ബോണില്ല ചെവിയില്ലാതെ ജനിച്ച ഒരു 20 വയസ്സുകാരിക്ക് അവരുടെ തന്നെ തരുണാസ്ഥിയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ചെവി വെച്ച് പിടിപ്പിച്ചു. ഇപ്പോൾ 3D ഓർഗൻ പ്രിന്റിംഗ് പ്രായോഗിക രംഗത്തെത്തിയിരിക്കുന്നു. വളരെ സങ്കീർണമായ ഈ വൈദ്യസാങ്കേതികവിദ്യ മെല്ലെയാണ് വികസിച്ചുവന്നതെങ്കിലും 2023 ആയപ്പോഴേക്കും ഉണ്ടാക്കിയ നേട്ടങ്ങൾ അദ്ഭുതാവഹമാണ്. പല പാളികളുള്ള തൊലി, എല്ലുകൾ, പേശികൾ, രക്തനാളികൾ, കണ്ണിന്റെ റെറ്റിനയുടെ ഭാഗങ്ങൾ, ചെവി തുടങ്ങി പല 3D അവയവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പോളണ്ടിലെ ഗവേഷകർ ഒരു പാൻക്രിയാസ് 3D പ്രിന്റ് ചെയ്തിട്ടുണ്ട്. യുണൈറ്റഡ് തെറാപ്യൂട്ടിക്സ് എന്ന സ്ഥാപനം 4000 കിലോമീറ്റർ നീളത്തിലുള്ള രക്തക്കുഴലുകളും 200 ദശലക്ഷം വായുസഞ്ചികളുള്ള ശ്വാസകോശവും ഉണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യ ഹൃദയം പോലുള്ള അവയവങ്ങൾ 3D പ്രിന്റ് ചെയ്യാനുള്ള പ്രധാന വിഷമം പലതരത്തിലുള്ള കോടാനുകോടി കോശങ്ങൾ ഉണ്ടാക്കണമെന്നതാണ്. അതിനായി വലിയ ചെലവിൽ മാസങ്ങളോളം കോശങ്ങളെ വളർത്തിയെടുക്കണം. എങ്കിലും ത്രിമാന അവയവ പ്രിന്റിംഗ് ത്വരിതഗതിയിലാണ് മുന്നോട്ട് കുതിക്കുന്നത്.